ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയുമായി കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെ. കേരളത്തിന് കേന്ദ്ര സഹായം വേണമെങ്കിൽ പിണറായി വിജയൻ എൻഡിയുടെ ഭാഗമാകണമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെ പറഞ്ഞു. ആ പ്രതികരണം ഒന്ന് കാണാം. Then I appeal to Honorable Vijayan ji. If the Vijayan will join the NDA, then that will be the very revolutionary decision. Because if the Honorable Vijayan ji, the Communist Party of India, will join the NDA, then definitely the more money will come to the Kerala, and the very nice development of the Kerala. The improvement of every village, improvement of every town, improvement of every family, and Narendra Modi will give the big package to Kerala also. സന്തോഷിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളുമായി. സന്തോഷ്, നോക്കൂ, കേരളത്തിന് അവകാശപ്പെട്ട വിഹിതം കേരളം കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുമ്പോൾ അത് കേന്ദ്രത്തിന്റെ ഭിക്ഷയാണെന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എൻഡിയുടെ ഭാഗമായാൽ മാത്രമേ ഈ കേന്ദ്ര സഹായം ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രി രാംദാസ് അത്താവേലെയാണ്. ഏത് സാഹചര്യത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണം? മറ്റു വിശദാംശങ്ങൾ. If the Honorable Vijayan ji, the Communist Party of India, will join the NDA. സിന്ധൂരി, കണ്ണൂരിൽ ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള രാംദാസ് അത്തേവാലെ ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയത്. അതായത് കേരളത്തിന് വികസനം വേണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ പണം ലഭിക്കണമെങ്കിൽ പിണറായി വിജയൻ NDAയുടെ ഭാഗമാകണം. അങ്ങനെയായാൽ സംസ്ഥാനത്തിന് കൂടുതൽ പണം ലഭിക്കും, അതുവഴി വികസനം ഉണ്ടാകും. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ വികസനമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ഇന്ന് കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതായത് നേരത്തെ തന്നെ ഈ BJP ഇതര സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നുള്ള വലിയ പരാതി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അക്കാര്യമാണ്, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, പിണറായി വിജയൻ NDAയിൽ ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിന് കൂടുതൽ പണം ലഭിക്കും, മോദിയുടെ പ്രധാനമന്ത്രിയുടെ കൂടുതൽ സഹായം കേരളത്തിന് ലഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഈ കാര്യം പറഞ്ഞതിന് പിന്നാലെ തന്നെ മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചിരുന്നു. അതായത് BJP ഇതര സംസ്ഥാനങ്ങളെ സഹായിക്കില്ലേ എന്നുള്ളതാണോ നിലപാട്, അത് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിക്കുകയാണോ എന്നുള്ള ചോദ്യം ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടി, എല്ലാ സംസ്ഥാനങ്ങൾക്കും സഹായം ലഭിക്കും, പക്ഷേ NDAയുടെ ഭാഗമായ കേന്ദ്രം ഭരിക്കുന്ന NDAയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പണവും കൂടുതൽ സഹായവും ലഭിക്കും, കൂടുതൽ വികസനവും ആ സംസ്ഥാനങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും ഭരിക്കുന്ന നേരത്തെ NDAയിൽ ഇല്ലാതിരുന്ന പാർട്ടികൾ NDAയുടെ ഭാഗമാവുകയും ആ സംസ്ഥാനത്ത് ഇപ്പോൾ വലിയ വികസനം വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയനും പിണറായി വിജയന്റെ പാർട്ടിയും NDAയുടെ ഭാഗമായി കഴിഞ്ഞാൽ കൂടുതൽ പണം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും, അതുവഴി വികസനം ഉണ്ടാകും എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. ഇത് ഒരു ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന കൂടിയാണ്. കാരണം ഫെഡറലിസം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ധനസഹായം കിട്ടാനുള്ള അവകാശവും അർഹതയും ഉണ്ട്. എന്നാൽ ഒരു കേന്ദ്രമന്ത്രി തന്നെ തുറന്നു പറയുകയാണ്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമേ സഹായം അനുവദിക്കുകയുള്ളൂ, കേരളത്തിന് സഹായം വേണമെങ്കിൽ NDAയുടെ ഭാഗമായി മാറണം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും എന്നാണ് അദ്ദേഹം നടത്തിയത്. അത് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും അതോടൊപ്പം തന്നെ ഫെഡറലിസത്തിനും എല്ലാം എതിരായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് കേന്ദ്രമന്ത്രി അത്തേവാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സന്തോഷ്, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളം ഒരിക്കലും കേന്ദ്രത്തിനോട് ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ സഹായമോ അല്ലെങ്കിൽ കൂടുതൽ ആവശ്യങ്ങളോ അല്ല ഉന്നയിച്ചത്. കേരളത്തിന്റെ ഏറ്റവും പ്രാഥമികമായ, നമുക്ക് ഏറ്റവും അവകാശപ്പെട്ട അടിസ്ഥാന അവകാശങ്ങളാണ് കേന്ദ്രത്തിനോട് എപ്പോഴും കേരളം ആവശ്യപ്പെടുന്നത്. അതുപോലും പിടിച്ചുവെക്കപ്പെടുന്ന, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് നൽകേണ്ട തുക പോലും തരാതെ നമ്മളെ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടുന്ന കേന്ദ്രത്തിന്റെ പ്രവണത, അതേതാണ്ട് ഒരുമാതിരി ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു രാജകീയ മനോഭാവത്തോടുകൂടിയല്ലേ പറയാം, നമ്മളോട് ചേർന്നാൽ മാത്രമേ രാജാവിന്റെ ഭാഗത്തു നിന്ന് സഹായങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നൊരു മനോഭാവത്തിലല്ലേ ഈ കേന്ദ്രമന്ത്രി ഇപ്പോൾ ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്താണ് കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത്? എന്താണ് കേരളത്തിന് കേന്ദ്രം വാരിക്കോരി സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞത്. എന്നാൽ അതിന് തീർത്തും കടകവിരുദ്ധമായിക്കൊണ്ട് ഈ ഒരു കേരളം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അർഹതപ്പെട്ട സഹായം കേന്ദ്ര സർക്കാർ
തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് കേരളം മാത്രമല്ല, കേരളം പോലെയുള്ള BJP ഇതര സംസ്ഥാന സർക്കാരുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണിത്. അത് ശരിവെക്കുകയാണ് കേന്ദ്രമന്ത്രി ചെയ്തിരിക്കുന്നത്. NDAയുടെ ഭാഗമായാൽ മാത്രമേ സംസ്ഥാനത്തിന് ധനസഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഏതെങ്കിലും ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരവായി പറഞ്ഞതല്ല. അദ്ദേഹം ആമുഖ പ്രഭാഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ തുടക്കത്തിൽ സംസാരിച്ചത് ഈ കാര്യം തന്നെയാണ്. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായം ലഭിക്കാൻ പിണറായി വിജയനും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയെയും NDAയുടെ ഭാഗമാകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായ അദ്ദേഹത്തോട് ചോദ്യമായി തന്നെ ഉന്നയിച്ചത്. ആ സമയത്തും അദ്ദേഹം പറഞ്ഞത് BJP അല്ലെങ്കിൽ NDA ഘടകകക്ഷികളായിട്ടുള്ളവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായം ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന വിഹിതം തുടർച്ചയായി വെട്ടിക്കുറുക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേരളത്തോടെ ശത്രുതാപരമായിട്ടുള്ള ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. അത് ശരിയാണ്. അതിന്റെ കാരണം കേരളം ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി NDAയുടെ ഭാഗമല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി തുറന്ന് സമ്മതിച്ചിരിക്കുന്നത്. സിന്ധു. ശരി സന്തോഷ്, ഭരണഘടനാ വിരുദ്ധ പ്രസ്താവനയുമായി ഇന്ന് കണ്ണൂരെത്തിയത് കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാലെയായിരുന്നു. കേരളത്തിന് കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കണമെങ്കിൽ പിണറായി വിജയനും പാർട്ടിയും NDAയുടെ ഭാഗമാകണമെന്നാണ് ഇന്ന് ഈ കേന്ദ്രമന്ത്രി രാംദാസ് അത്താവാല കണ്ണൂരിൽ പറഞ്ഞത്. സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.